ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. കോട്ടക്കൽ ഗവൺമെന്റ് LP സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിക്കുന്നതിന് നടപടികളാവുന്നു. കോട്ടക്കൽ ഗവൺമെൻറ് LP സ്കൂള് GLP സ്കൂള് അരുവിതശാലയുടെ തൊട്ടടുത്ത് ആ പ്രദേശത്താണ് കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അരുവിശാല സൗകര്യം ചെയ്ത് കൊടുത്തുണ്ടാക്കിയ ഒരു പ്രദേശമാണ്. ആലശ്ശേരിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്കൂൾ കൂടിയാണ്. അവിടെ ആ സ്കൂള് അവിടെ നിന്ന് മാറ്റി അരുവിതശാല തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ആവശ്യമായ സ്ഥലം നൽകി അവിടെ ഒരു കെട്ടിടം അവർ തന്നെ സ്വയം ഉണ്ടാക്കി കൊടുക്കാമെന്ന് സമ്മതിച്ച് അതിനാവശ്യമായ പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ട് വർഷങ്ങളേറെയായി. പ്രോസസ്സ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നിട്ട് വർഷമായി നിന്നിരുന്ന ആ പ്രോസസ്സ് ഈ കഴിഞ്ഞ 5 വർഷക്കാലമായി അത് പൊടിതട്ടിയെടുത്ത് അത് നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു ശ്രമം ഭഗീരഥമായി ഞങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതവസാനം വിദ്യാഭ്യാസ വകുപ്പും റവന്യൂ വകുപ്പും എല്ലാവരും കൂടി സമ്മതിച്ച് കളക്ടറുടെ മുഖാന്തരം വന്ന് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ട്രസ്റ്റിയും അടക്കമുള്ള ആളുകൾ ഒരു എഗ്രിമെൻ്റ് വെച്ചത് മുന്നോട്ട് പോകണമെന്നുള്ള ഉത്തരവ് വരെ ഇറക്കിയിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ആബിദ് ഹുസൈൻ തങ്ങൾ MLA നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തയ്യാറാക്കിയ എസ്റ്റിമേറ്റും പ്രൊജക്ട് റിപ്പോർട്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ലഭിക്കുന്നതിനായി സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നു. ഇത് പ്രകാരം പ്രസ്തുത പ്രൊപ്പോസൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത എസ്റ്റിമേറ്റും പ്രൊജക്ട് റിപ്പോർട്ടും വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതോടെ ഭരണാനുമതി ലഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ പുരോഗമിക്കുന്നതായും MLA പറഞ്ഞു. സ്കൂളിന് സൗകര്യപ്രദമായ സ്ഥലം നൽകി മികച്ച ഭൗതിക സൗകര്യത്തോടെ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നതിന് കോട്ടക്കൽ ആര്യവിദ്യാശാല തയ്യാറായിരുന്നു. ഗവൺമെന്റ് LP സ്കൂളിന്റെ ഭൂമിയും കോട്ടക്കൽ ആര്യവിദ്യാശാലയുടെ ഭൂമിയും പരസ്പരം കൈമാറുന്നതിന് സർക്കാർ ഉത്തരവായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നിരവധി ഇടപെടലുകളും MLA നടത്തിയിരുന്നു. ഇതിന്റെ തുടർ നടപടികൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെന്നും ഇത് വൈകിയതിനാലാണ് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ലഭിക്കുന്നതിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകി തുടർ നടപടികൾ സ്വീകരിച്ചതെന്നും MLA പറഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.